ജീവരക്ഷയ്ക്കായി ഈ 2 പെട്ടകത്തിൽ കയറ്റണം. തിന്നുന്ന എല്ലാത്തരം ഭക്ഷണങ്ങളിൽ നിന്നും നീ എടുത്ത് പെട്ടകത്തിൽ സൂക്ഷിക്കണം. നിനക്കും അവയ്ക്കും ഭക്ഷണമായിരിക്കണം. നോഹ അങ്ങനെ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. ദൈവം നോഹയോട് പറഞ്ഞു, നീയും നിന്റെ മുഴുവൻ കുടുംബവും പെട്ടകത്തിൽ കയറുക. കാരണം ഈ തലമുറയിൽ നീ എന്റെ മുൻപാകെ നീതിമാനാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ജോഡി, അശുദ്ധമായ സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 1 ജോഡി. ഭൂമിയിൽ അവയുടെ വംശം നിലനിർത്താൻ ആണും പെണ്ണുമായി ഓരോ ജോഡി. ഭൂമിയിൽ അവയുടെ വംശം നിലനിർത്താൻ എല്ലാ വംശജരായ പക്ഷികളിൽ നിന്നും ആണും പെണ്ണുമായി 7 ജോഡി. 4 40 ദിവസം കൊണ്ട് ഞാൻ 40 പകലും 40 രാത്രിയും മഴ പെയ്യിപ്പിക്കും. ഞാൻ ഉണ്ടാക്കിയ എല്ലാ ജീവജാലങ്ങളെയും ഭൂമിയുടെ മുൻപിൽ നിന്ന് ഞാൻ നശിപ്പിക്കും. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷത്തിൽ 2-ാം മാസം 17-ാം ദിവസം ആഴിയുടെ എല്ലാ ഉറവുകളും പൊട്ടിപ്പുറപ്പെട്ടു. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 ദിവസം ഭൂമിയിൽ വെള്ളമുയർന്നു. വെള്ളം പൊങ്ങിയപ്പോൾ അവർ പെട്ടകം വഹിച്ചുകൊണ്ട് ഭൂമിക്കു മുകളിലുയർത്തി. ഭൂമിയിൽ വെള്ളം വളരെയധികം ഉയർന്നതിനാൽ ആകാശത്തിനു കീഴിലുള്ള എല്ലാ ഉയർന്ന പർവ്വതങ്ങളെയും അവ മൂടി. വെള്ളത്തിൽ മുങ്ങിയ പർവ്വതങ്ങൾക്ക് മുകളിൽ അവ 7.5 മീറ്റർ ഉയരത്തിലുണ്ടായിരുന്നു. എല്ലാ ജീവജാലങ്ങളും ചത്തു. പക്ഷികൾ, വളർത്തുമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ, ഭൂമിയിൽ എഴിയുന്ന എല്ലാവരും, എല്ലാ മനുഷ്യരും. ഉണങ്ങിയ നിലത്ത് ജീവശ്വാസമുണ്ടായിരുന്നത് എല്ലാം ഇതിന്റെ മൂക്കിലുണ്ടായിരുന്നു. ദൈവം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിച്ചു. മനുഷ്യർ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷികൾ അവ ഭൂമിയുടെ മുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ടു. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. 150 ദിവസത്തേക്ക് ഭൂമി വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. 150 ദിവസത്തിനു ശേഷം വെള്ളം കുറഞ്ഞു. പെട്ടകം അരാരത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചു. വെള്ളപ്പൊക്കം ആരംഭിച്ച് 1 വർഷവും 5 ദിവസവും കഴിഞ്ഞപ്പോൾ ദൈവം നോഹയോട് പെട്ടകത്തിൽ നിന്ന് പുറത്തുപോകാൻ പറഞ്ഞു. പിന്നീട് ദൈവം നോഹയോട് പറഞ്ഞു, നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക. പക്ഷികളും മൃഗങ്ങളും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ജീവജാലങ്ങളെയും നിന്നോടൊപ്പം പുറത്തു കൊണ്ടുവരിക. ഭൂമി വീണ്ടും നിറയേണ്ടതിന് അവ പെരുകി പെരുകി വരട്ടെ. പിന്നീട് നോഹ ദൈവത്തിനൊരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിൽ നിന്നും എടുത്ത് യാഗപീഠത്തിൽ ഹോമയാഗമായി അർപ്പിച്ചു. ദൈവം ആ സുഗന്ധം മണത്ത് സ്വയം പറഞ്ഞു, മനുഷ്യന്റെ നിമിത്തം ഞാൻ ഇനി ഒരിക്കലും ഭൂമിയെ ശപിക്കുകയില്ല. അവന്റെ ഹൃദയത്തിലെ ചിന്തകൾ അവന്റെ ബാല്യം മുതൽ ദുഷ്ടമാണ്. ഞാൻ ചെയ്തതുപോലെ ഇനി ഒരിക്കലും എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കുകയില്ല. ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം വിത്തുപാടലും വിളവെടുപ്പും തണുപ്പും ചൂടും വേനലും വർഷവും രാവും പകലും ഒരിക്കലും നിലയ്ക്കില്ല. 1. മനുഷ്യന്റെ ദുഷ്ടതയിൽ ദൈവം ദുഃഖിച്ചത് എന്തുകൊണ്ട്?